ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവത്തിനിടെ സംഘർഷം. ഒരു അധ്യാപകന്റെ കീഴിലുള്ള കുട്ടികൾക്ക് മാത്രം എല്ലാ നൃത്തയിനങ്ങളിലും ഒന്നാം സ്ഥാനം ലഭിക്കുന്നുവെന്നാരോപിച്ച അധ്യാപകരും രക്ഷിതാക്കളും മത്സരങ്ങൾ തടസ്സപ്പെടുത്തി. പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് പിന്മാറി. ഇന്ന് രാവിലെയാണ് കലോത്സവത്തിന്റെ പ്രധാന വേദിയിൽ സംഘർഷമുണ്ടായത്. കലോത്സവം ആരംഭിച്ച ദിവസം മുതൽ എല്ലാ നൃത്തമത്സരങ്ങൾക്കും ഒന്നാം സ്ഥാനം നേടുന്നത് കുമാർ എന്ന അധ്യാപകന്റെ ശിഷ്യരാണ്. ഇത് ഒത്തുകളിയാണെന്നാരോപിച്ച് ഒരു കൂട്ടം അധ്യാപകരും രക്ഷിതാക്കളും രംഗത്തെത്തുകയായിരുന്നു. ഭരതനാട്യ മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രതിഷേധം. തുടർന്ന് വിധികർത്താക്കളും പ്രതിഷേധക്കാരും തമ്മിൽ കലോത്സവ നഗരിയിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി. പണം വാങ്ങിയാണ് കലോത്സവത്തിൽ വിധി നിർണ്ണയിക്കുന്നതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. കഴിഞ്ഞ 3 ദിവസമായി ഒരേ വിധികർത്താക്കൾ തന്നെയാണ് മൂല്യനിർണ്ണയത്തിന് എത്തുന്നത്. ഇത് ആരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടി. സംസ്ഥാന തലത്തിൽ കഴിഞ്ഞ വർഷം എ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ വിധികർത്താക്കൾ തഴയുന്നതായും രക്ഷിതാക്കൾ പറഞ്ഞു. അപ്പീൽ പോലും നൽകാൻ സാധിക്കാത്ത വിധം കുറഞ്ഞ ഗ്രേഡുകളാണ് ഇവരിൽ പലർക്കും വിധികർത്താക്കൾ നൽകിയത്. പോലീസ് എത്തി അധ്യാപകരെയും രക്ഷിതാക്കളെയും കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചുവെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് പിന്മാറുകയായിരുന്നു. ഏറെ നേരത്തെ സംഘർഷാവസ്ഥയ്ക്ക് ശേഷമാണ് മത്സരം പുനരാരംഭിക്കാനായത്. വിധി നിർണ്ണയത്തിനെതിരെ കോടതിയെ സമീപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രക്ഷിതാക്കൾ. റിപ്പോർട്ടർ, ഇടുക്കി.